കായംകുളം പുതുപ്പള്ളി തണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാമത് വാർഷിക ആഘോഷവും അനുമോദന സമ്മേളനവും നടന്നു. പത്തനാപുരം ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുതുപ്പള്ളി തണൽ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 15ാമത് വാർഷിക ആഘോഷവും അനുമോദന സമ്മേളനവുമാണ് നടന്നത്. കായംകുളം വാവാസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി പത്തനാപുരം ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടുത്ത പദ്ധതികൾ വിശക്കുന്നവരാരും ഉണ്ടാകരുതെന്നുള്ള കാഴ്ചപ്പാട്, വീടില്ലാത്തവരും ഉണ്ടാകരുതെന്നുള്ള കാഴ്ചപ്പാട്, ഇതിലെല്ലാം വഴി എല്ലാവരെയും സേവിച്ച് കൂട്ടി നിർത്തുന്ന കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമേറിക്കൊണ്ട് എല്ലാവരും പഠിക്കണം എന്നുള്ള സന്ദേശം. അങ്ങനെ ഈ കാലഘട്ടത്തിനനുസരിച്ച് അനിവാര്യമായിട്ടുള്ള സന്ദേശങ്ങളെയാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും തൻ്റെ പിതാവിനെയാണ്. അതാണ് ഏറ്റവും വലിയൊരു മഹത്വം. പിതാവിൻ്റെയും മാതാവിൻ്റെയും ആദരവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പിതാക്കന്മാരെ പറ്റിയൊക്കെ അവരുടെ മേഖലയെ പറ്റി പറയാൻ വൈഷമ്യമാണ്. വിദ്യാഭ്യാസമുള്ള ഒരു പിതാവിനെ പറ്റി വിദ്യാഭ്യാസമുള്ളവർ അത് പറയാറില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ തൻ്റെ പിതാവിനെ ഏറ്റവും വലിയ ആദരണീയനായി കാണുന്നു, ഈശ്വരനായി കാണുന്നു എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് പഠിക്കേണ്ടതായ വിലപ്പെട്ടൊരു സന്ദേശമാണ്. അത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഈ കായംകുളം പ്രദേശത്ത് ബാങ്ക് ഓഫീസറായിരുന്ന ശ്രീ രവീന്ദ്രപിള്ള സാർ, അദ്ദേഹം 15 വർഷങ്ങൾക്ക് അപ്പുറം ഈ പ്രദേശത്ത് കാരുണ്യ പ്രവർത്തനം തുടങ്ങി. കായംകുളത്ത് KPC ജംഗ്ഷനൊക്കെ അപ്പുറം മുക്കട ഭാഗത്ത് സ്വാന്തനം എന്നൊരു പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. സ്വാന്തനത്തിൽ ഒരു പാലിയേറ്റീവ് സെന്ററാണ് ആരംഭിച്ചത്. ആദ്യം 3-4 പേരാണ് ഉണ്ടായി. ആ സ്വാന്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അകാലത്തിൽ പൊലിഞ്ഞ അദ്ദേഹം ഇപ്പോഴും ഒരു നൊമ്പരമായി എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർക്കുകയാണ്. ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ അംഗപരിമിതം അങ്ങനെയുള്ള ഒരു കാലത്ത് ഇത് വിധി അവർക്ക് നൽകിയ ഒരു ശിക്ഷയാണെന്ന് കരുതി അവർ മറ്റുള്ളവരുടെ ആശ്രയം സ്വീകരിച്ച് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട്. അങ്ങനെയുള്ളവരെ വിദ്യാഭ്യാസമില്ലായിരുന്നു, അവർ വീട്ടിൽ പുറത്തു പോകാറില്ലായിരുന്നു, തെരുവിലിറങ്ങി വിഷയാജീവനായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് നിന്നും അത് മാറിയിട്ട് ഭിന്നശേഷി ഉള്ളത് അത് അല്ലെങ്കിൽ അംഗപരിമിതരായത് നമ്മുടെ കുറ്റം കൊണ്ടല്ലെന്നും, നമുക്ക് ഭിന്നശേഷി എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്കില്ലാത്ത കഴിവുള്ളവരാണെന്ന് കണക്കാക്കുന്ന ഒരു നിലയിലേക്ക് എൻ്റെ മുന്നിൽ വന്നത് രവീന്ദ്രപിള്ള സാറാണ്. ചടങ്ങിൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ സാഹിത്യ പ്രതിഭ, സംഗീത പ്രതിഭാ പുരസ്കാരങ്ങൾ കവി ചേരാവള്ളി ശശി, പിന്നണി ഗായകൻ ജി ശ്രീറാം എന്നിവർക്ക് സമ്മാനിച്ചു. തുടർന്ന് ചികിത്സാ സഹായ വിതരണവും പഠന സഹായ വിതരണവും നടന്നു. പഠന സഹായ വിതരണോദ്ഘാടനം നിറ്റ് അക്കാദമി ചെയർമാൻ കേശവമോഹൻ നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിനും തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ളവർക്കും നല്ല സഹായങ്ങളാണ് സൊസൈറ്റി ചെയ്യാൻ പോകുന്നതെന്ന് ഇവിടെ പറഞ്ഞതിൽ വലിയ സന്തോഷം. 2 പുരസ്കാര ജേതാക്കളെയും ഇവിടെ പരിചയപ്പെടുത്തി അവരെ ഒരിക്കൽ കൂടി ദേവികുളങ്ങര പഞ്ചായത്തിന് വേണ്ടി ശ്രീറാം സാറിനെയും ജയരാജ് സാറിനെയും അഭിനന്ദിക്കുക. മറ്റൊന്ന് അഭിനന്ദിക്കേണ്ടത് നമ്മളുടെ വിജയികളാണ്. SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നു. അവരുടെ രക്ഷകർത്താക്കളെയും അഭിനന്ദിക്കുക. അവരെ പഠിപ്പിച്ച സ്കൂളിലെ അധ്യാപകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുക. അവരെല്ലാം വന്നിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 HMമാര്, ഒരു പ്രിൻസിപ്പളൊക്കെ റിട്ടയർ ചെയ്യുന്നുണ്ട്. അവരെ കൂടെ ഇന്നിവിടെ ആദരിക്കുന്നുണ്ട്. മായി ടീച്ചറുണ്ട്, ജ്യോതി ടീച്ചറുണ്ട്, ജയശ്രീ ടീച്ചറുണ്ട്. അവരെയൊക്കെ ഇന്ന് ആദരിക്കുന്നുണ്ട്. അവരെയും ദേവികുളങ്ങര പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. ഇവിടെ സാറ് പറഞ്ഞു വിജയികളെ ആദരിക്കുന്ന ചടങ്ങ്. ആ വിജയികളെ ആദരിക്കുമ്പോൾ
അതിന് വലിയൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആദരവൊക്കെ നൽകുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ജൂനിയർ ഞാനാണ്, എനിക്ക് സീനിയറാണ് എല്ലാവരും. പക്ഷെ അവരുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള ആദരവൊന്നുമില്ല. ഇപ്പൊ ഇനി അങ്ങോട്ട് ആദരവുകളുടെ ഒരു കൂമ്പാരമാണ്. വീട്ടുകളിൽ വേറെ ഷെൽഫ് ഉണ്ടാക്കേണ്ടി വരും ഇപ്പൊ അവാർഡെല്ലാം വാങ്ങിക്കൂട്ടാൻ SLC-ക്കാർക്കും +2-ക്കാർക്കും. ഇതൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം നമ്മളിലേക്ക് എത്തുകയാണ്. ഞങ്ങളൊക്കെ പഠിച്ചു വന്ന സമയത്ത് SSLC കഴിഞ്ഞാൽ ആകെ ഒരു ലക്ഷ്യം MSN കോളേജാണ്. MSN കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ആകെയുള്ള പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് അറിയില്ല. ഇന്നതല്ല. ഇന്നിപ്പോ SSLC കഴിഞ്ഞവർക്ക് തന്നെ 10-700 കോഴ്സ് പഠിക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. +2 കഴിഞ്ഞാൽ ഒരു 160ഓളം വരുന്ന കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതാണ് സാമ്പത്തികമായി ഇവിടെ പറഞ്ഞു, ഡോക്ടർക്ക് കിട്ടുന്ന ശമ്പളവും നഴ്സിന് കിട്ടുന്ന ശമ്പളവും ഒക്കെ പറഞ്ഞു. ഏത് മേഖലയിലാണ് പോകാൻ പറ്റുന്നത്, എത്ര രൂപ ശമ്പളം വാങ്ങാൻ കഴിയും, എന്താണ് എനിക്ക് വരുമാനം വേണ്ടത്, അതിന് പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം ഏതാണ് എന്ന് നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ്. CR മഹേഷ് MLA മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പുതുപ്പള്ളി CM-HSS, പ്രയാർ RVSM HSS, പുല്ലുകുളങ്ങര NRPM HSS എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗം ലീന, കോയിപ്പള്ളി കാരാഴ്മ MP ഫൗണ്ടേഷൻ ചെയർമാൻ KP ശ്രീകുമാർ, V ബാലകൃഷ്ണപിള്ള, ഷീബ സന്തോഷ്, തണൽ സൊസൈറ്റി പ്രസിഡന്റ് S വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.